എന്താണ് യഥാർത്ഥ ആത്മീയത എന്ന് ഭാരതത്തിലല്ല മൊത്തം ലോകത്തെയും പഠിപ്പിച്ച യുഗപുരുഷനായിരുന്നു ശ്രീ നാരായണ ഗുരുദേവൻ. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രചാരകരായിട്ടാണ് നമ്മളൊക്കെ മാറേണ്ടത്. പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് യഥാർത്ഥ ആത്മീയതയെക്കുറിച്ച് നമുക്കൊന്നും മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഞാൻ ഒരിക്കലും ഈ ചാനറ്റ് പറഞ്ഞത് എൻ്റെ ഓർമ്മ. കാരണം ആ ആത്മീയതയിൽ പായസം കുടിക്കുന്ന ഉണ്ണിയപ്പം തിന്നുന്ന ഒരു ദൈവമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ശർക്കര കച്ചവടക്കാരൻ തൊട്ട് സാമ്പ്രാണി കച്ചവടക്കാരൻ, ആനയ്ക്ക് ഓല വെട്ടുന്നവൻ, ഇവരെല്ലാം ഈ ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന നമുക്കെതിരാകും. ദൈവം ഹൃദയത്തിലാണ്, ഭൂമധ്യത്തിലാണ് എന്നൊക്കെയാണ് ആധികാരിക ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്ന ശ്രീനാരായണ ഗുരുദേവനും അതിനെയാണ് അനുകൂലിക്കുന്നത്. ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെ ഉറ്റുപാർത്ത് നിൽക്കും, വിലമതിയാത്ത വിളക്ക് ഉദിക്കയും പൊലിയുകയുമില്ല. ഇത് കണ്ടു പോയിടണം. ഉദിക്കയും പൊലിയുകയും ചെയ്യാത്ത ഒരു മഹാപ്രകാശം ഈ പ്രപഞ്ചത്തിൽ തിങ്ങി നിൽക്കുകയാണ്. അതിനെ എപ്പോഴെങ്കിലും ഒന്ന് നോക്കിയിട്ട് വേണം ഭൗതിക രംഗത്തിലേക്ക്, ജീവിതത്തിലോട്ട് പ്രവേശിക്കാനായിട്ടുള്ളത്. അപ്പോഴേ ജീവിതം ഭംഗിയാവുള്ളൂ. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ആത്മീയത വശമുള്ളവന് മാത്രമേ ഭൗതിക കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു ആള് എത്ര മൂർച്ചയുണ്ടെങ്കിലും നീളമുണ്ടെങ്കിലും അതിന് തടി കൊണ്ടുള്ളൊരു പിടി വേണം. കാരണം ആത്മീയതയുടെ പിടിയെന്ന് പറയുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ടതെടുത്ത് പ്രയോഗിക്കാനൊക്കെ ഉള്ളൂ. ആ ഭാഗം കൂടെ മൂർച്ചയായല്ല. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ശ്രീ നാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചത്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ വളരെയേറെ അകന്നുപോയി. ഇങ്ങനെയൊക്കെ ആത്മീയതയെന്ന് പറയുന്നത് വെറും ഒരു വ്യവസായ രീതിയിൽ ആക്കി മാറ്റി. അപ്പം നമുക്കൊന്ന് അതിനെതിരെ ശക്തമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ശ്രീനാരായണ ഗുരുദേവൻ കള്ള് ചെത്തരുത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരാ ചോദിച്ചു, പിന്നെ ഇവരെന്ത് ചെയ്യും സ്വാമിയെന്ന് ചോദിച്ചപ്പോൾ ക്ഷൗരക്കത്തി 4 പീസാക്കിയിട്ട് മറ്റേത് തുടങ്ങണമെന്ന് പറയും. ഷേവിങ് കത്തി നമ്മളതിനകത്ത് ഗുരുദേവൻ്റെ ഫലിതങ്ങളുടെ കൂട്ടത്തിലാണ് പറയുന്നതെങ്കിൽ അത് ഫലിതമല്ല. ഒരു തൊഴിൽ നഷ്ടപ്പെട്ടവന് നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മാർഗരേഖയാണ്. ഗുരുദേവൻ പറഞ്ഞാൽ അതൊരു ഫലിതമല്ല. നമ്മളൊരു പഴയ രാഷ്ട്രീയ നേതാവ് ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ പകരം സംവിധാനം ഉണ്ടാക്കിയില്ല. അതിൻ്റെ ഫലമാണെന്ന് ജനങ്ങൾ സാധാരണക്കാർ അനുഭവിക്കുന്നത്. മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബദൽ സംവിധാനം ഉണ്ടാക്കണമായിരുന്നു. അതിൻ്റെ പേരിൽ ഇന്ന് ജനങ്ങൾ വളരെയേറെ കഷ്ടപ്പെടും. അപ്പോൾ ഇതിനെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഗുരുദേവൻ പറയുന്നതിലെല്ലാം 2-3 അർത്ഥങ്ങളിലാണ്. അത് മനസ്സിലാക്കിയെടുക്കാൻ വലിയ പാടാണ്.